നമസ്കാരം. ഇന്ന് വാലന്റൈൻസ് ദിനമാണ്. പ്രണയിക്കുന്നവർക്ക് തങ്ങളുടെ സ്നേഹം പങ്കുവെക്കാനും മറ്റുള്ളവർക്ക് പ്രണയാഭ്യർത്ഥന നടത്താനുമുള്ള ദിനമാണെങ്കിൽ ഇസ്രയേലി യുവതിയായ അർബൽ യഹൂദിന് തന്റെ പ്രണയം അതിജീവനത്തിന് കരുത്തായ കഥയാണ് അവർക്ക് ഈ ദിനത്തിൽ പറയാനുള്ളത്. ഗാസയിൽ ഹമാസിന്റെ തടവിൽ 482 ദിവസത്തെ ദുരിത ജീവിതം നയിച്ചതിനെക്കുറിച്ചുള്ള അനുഭവമാണ് അവർ ലോകത്തോട് വെളിപ്പെടുത്തിയത്. തന്റെ ദുരിത ജീവിതത്തിനിടയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ ജീവിതത്തിൽ പ്രതീക്ഷ നൽകിയത് കാമുകനായ ഏരിയലിനെ കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു. ഹമാസ് ഭീകരരുടെ ആക്രോശങ്ങൾക്കിടയിലൂടെ വിറയ്ക്കുന്ന മുഖവുമായി മോചിപ്പിക്കപ്പെടാനായി നടന്നു പോകുന്ന അർബൽ യഹൂദിന്റെ ദൃശ്യങ്ങൾ ലോകം കണ്ടിട്ട് ഒരു വർഷത്തിലേറെയായി. എന്നാൽ താൻ അനുഭവിച്ച ക്രൂരതകളെക്കുറിച്ച് വെളിപ്പെടുത്താൻ 30-കാരിയായ അർബൽ ഇപ്പോൾ മാത്രമാണ് മാനസികമായി തയ്യാറെടുത്തത്. ലൈംഗികവും ശാരീരികവും മാനസികമായ അതിക്രമങ്ങൾക്ക് താൻ ഏകദേശം എല്ലാ ദിവസവും ഇരയായെന്ന് ജനുവരി 30-ന് മോചിതയായ അർബൽ തുറന്നു പറഞ്ഞു. കാമുകൻ ഏരിയൽ കുനിയോടുള്ള സ്നേഹമാണ് തന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചതെന്നും അവർ കൂട്ടിച്ചേർത്തു. സഹതടവുകാരിയായിരുന്ന 25-കാരി റോമി ഗോനൻ താൻ നേരിട്ട ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് ധീരമായി വെളിപ്പെടുത്തിയത് കണ്ടതാണ് അർബലിനും സംസാരിക്കാൻ കരുത്തു പകർന്നത്. ഒറ്റപ്പെട്ട നിലയിൽ പാർപ്പിക്കപ്പെട്ട തടവറയിലെ അനുഭവങ്ങൾ അത്രമേൽ ഭയാനകമായിരുന്നു. ജീവിതം മതിയായ അവൾ പലതവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. 3 തവണ ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് അർബൽ പറയുന്നു. ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് എനിക്ക് തോന്നി. ആത്മഹത്യ മാത്രമാണ് ഏക പോംവഴി എന്ന് കരുതിയ നിമിഷങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഒന്നിച്ച് തട്ടിക്കൊണ്ടുപോയ ശേഷം തന്നിൽ നിന്ന് വേർപെടുത്തപ്പെട്ട കാമുകൻ ഏരിയൽ കുനിയോടുള്ള തൻ്റെ സ്നേഹമാണ് തന്നെ ജീവനോടെ നിലനിർത്തിയത്. ഓരോ തവണയും താൻ ഏരിയലിനെ ഓർത്തു. അതെനിക്ക് ശ്വാസം നിലനിർത്താനുള്ള കരുത്ത് നൽകിയെന്നും അവൾ പറയുന്നു. താൻ നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ അർബൽ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഏകാന്ത തടവിൽ പാർപ്പിക്കപ്പെട്ടതിനെക്കുറിച്ചും പട്ടിണി കെട്ടതിനെക്കുറിച്ചും മാനസികവും ശാരീരികവും ലൈംഗികവുമായ അതിക്രമങ്ങളെക്കുറിച്ചും അവൾ വെളിപ്പെടുത്തുന്നു. മർദ്ദനത്തിൽ അവളുടെ 2 വാരിയെല്ലുകൾ ഒടിഞ്ഞിരുന്നു. എല്ലാറ്റിനുമുപരിയായി തന്റെ പ്രണയത്തിൽ നിന്നുള്ള വേർപിരിയിലായിരുന്നു അവളെ ഏറ്റവും കൂടുതൽ നിരാശയിലാഴ്ത്തിയത്. തടവിലായിരുന്ന ആദ്യ മാസങ്ങളിൽ കാവൽക്കാർ പിടികൂടുന്നതുവരെ ഇരുവരും പ്രണയലേഖനങ്ങൾ രഹസ്യമായി കൈമാറിയിരുന്നു. കഴിഞ്ഞ വർഷം ജനുവരി 30-ന് അവൾ മോചിതയായപ്പോൾ തോക്കുധാരികളായ ഭീകരരെക്കാൾ അധികമായി അവളെ ഭയപ്പെടുത്തിയത് കാമുകൻ ഏരിയലിനെ ഗാസയിൽ ഉപേക്ഷിച്ചു പോകേണ്ടി വരുന്നു എന്ന തിരിച്ചറിവായിരുന്നു. അവന്റെ മോചനത്തിനായി ലോകമെമ്പാടും സഞ്ചരിച്ച് പ്രചാരണം നടത്തിയതിനു ശേഷം ഒടുവിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ 13-ന് ഏരിയലും മോചിതനായി. തങ്ങളുടെ അപൂർവമായ പ്രണയം എങ്ങനെയാണ് ആ 15 മാസത്തെ നരകയാതനകളിൽ നിന്ന് തങ്ങളെ കരകയറ്റിയതെന്ന് അർബലും ഏരിയലും ഇപ്പോൾ വിശദീകരിക്കുകയാണ്. തടവിലാക്കപ്പെട്ട ആദ്യ ആഴ്ചകളിൽ 3 പുരുഷന്മാരാൽ താൻ ആക്രമിക്കപ്പെട്ടതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയ റോമയുടെ ധീരതയെ ഏരിയൽ അഭിനന്ദിച്ചു. മടങ്ങിയെത്തിയതിനു ശേഷം മറ്റ് അതിജീവിച്ചവരുടെ കഥകൾ കാണാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ലെന്ന് ഏരിയൽ പറയുന്നു. 2018 മുതൽ കിബട്സ് നിറോസിൽ മർഫ് എന്ന പേരുള്ള 2 മാസം പ്രായമുള്ള നായക്കുട്ടിയോടൊപ്പം ശാന്തമായി ജീവിതം നയിക്കുകയായിരുന്നു അർബലും ഏരിയലും. വിവാഹം കഴിക്കാനും കുട്ടികളുമായി ജീവിക്കാനുള്ള ആഗ്രഹങ്ങളും അവർക്കുണ്ടായിരുന്നു. എന്നാൽ 2023 ഒക്ടോബർ 7-ന്റെ പ്രഭാതത്തിൽ എല്ലാം മാറി മറിഞ്ഞു. ഹമാസ് ഭീകരരിൽ നിന്ന് രക്ഷപ്പെടാൻ അർബലും ഏരിയലും തങ്ങളുടെ നായ്ക്കുട്ടി മർഫിനൊപ്പം കട്ടിലിനടിയിൽ ഒളിപ്പിച്ചിരുന്നു. അവൾക്ക് ഉരയ്ക്കാതിരിക്കാൻ ഞാൻ അവളുടെ വാവൊത്തി പിടിച്ചു. പക്ഷേ അത് ഫലം കണ്ടില്ലെന്ന് അർബൽ പറഞ്ഞു. അവർ ഞങ്ങളെ കണ്ടെത്തി, പുറത്തേക്ക് വലിച്ചിഴിച്ചു, ഞങ്ങളുടെ മുന്നിലിട്ട് മർഫിനെ വെടിവെച്ചു. മരിക്കുന്നതുവരെ അവളുടെ നിലവിളി ഞങ്ങൾ കേട്ടുവെന്ന് അവൾ പറഞ്ഞു. അർബലിനും ക്രൂരമായി മർദ്ദനമേറ്റു. ഏരിയലിന്റെ തലയ്ക്ക് കനത്ത ആയുധങ്ങൾ കൊണ്ട് പരിക്കേറ്റ് ചോര വാർന്നു. ഏരിയലിന്റെ സഹോദരൻ ഡേവിഡ്, ഭാര്യ ഷാരോൺ, അവരുടെ കുട്ടികൾ എന്നിവരെയും ബന്ദികളാക്കി കൊണ്ടുപോയി. അർബലിന്റെ സഹോദരൻ ഡോലവിനെ കാണാതാവുകയും പിന്നീട് മരിച്ചതായി സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇത് തന്നെ വല്ലാതെ തകർത്തു കളഞ്ഞുവെന്നും അവൾ പറയുന്നു. ഗാസയിലെത്തി 3 മണിക്കൂറിന് ശേഷം അവരെ രണ്ടുപേരെയും 2 ഒളിത്താവളങ്ങളിലേക്ക് മാറ്റി. ഇത് താൽക്കാലികമായിരിക്കാമെന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. പരസ്പരം ബന്ധം നിലനിർത്തുന്നതിലാണ് തങ്ങളുടെ അതിജീവനമെന്ന് അവർ കരുതി. അവളെക്കുറിച്ച് ചോദിച്ച് ഞാൻ അവരെ ഭ്രാന്ത് പിടിപ്പിച്ചുവെന്ന് ഏരിയൽ പറയുന്നു. എനിക്ക് അവളെ കേൾക്കണമായിരുന്നു, എനിക്ക് അവളെ കാണണമായിരുന്നു. എന്തെങ്കിലും വിവരം നൽകാതെ ഞാൻ അടങ്ങില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഒടുവിൽ പരസ്പരം കത്തുകൾ എഴുതാൻ അവർ സമ്മതിച്ചു. സന്ദേശവാഹകർ വഴി ഞങ്ങൾ അത് കൈമാറിയെന്ന് അർബൽ വെളിപ്പെടുത്തുന്നു. ആ സന്ദേശങ്ങൾ ചെറുതെങ്കിലും അതീവ ശക്തമായിരുന്നു. എനിക്ക് കുഴപ്പമില്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, കരുത്തോടെ ഇരിക്കുക എന്നതായിരുന്നു ആ സന്ദേശങ്ങൾ. എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങളിൽ നിന്ന് കൂടുതൽ രഹസ്യ വിവരങ്ങൾ ചോർത്താനായിരുന്നു അവർ കത്തെഴുതുന്നത് അംഗീകരിച്ചിരുന്നത്. ഒപ്പം ഞങ്ങളെ നിശബ്ദരാക്കാനും അവർ ആഗ്രഹിച്ചിരുന്നു. ആ കത്തുകൾ എനിക്ക് വലിയ കരുത്ത് നൽകിയെന്ന് ഏരിയൽ വെളിപ്പെടുത്തുന്നു. എന്നാൽ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് നിലച്ചു. ഇനി ഒരിക്കൽ കൂടി എൻ്റെ പേരുച്ചരിച്ചാൽ അർബലിനെ കൊല്ലുമെന്ന് അവർ ഏരിയലിനെ ഭീഷണിപ്പെടുത്തി. മാനസികമായ ആഘാതം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. പരസ്പരം വേർപിരിക്കപ്പെട്ട അവസ്ഥ അവൾക്ക് സുഖമാണോ എന്ന് പോലും അറിയാത്ത സാഹചര്യം. ചിലപ്പോഴൊക്കെ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുമായിരുന്നു. ആ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഞാൻ പലവട്ടം കറങ്ങുകയും തല ഭിത്തിയിലിടിപ്പിക്കുകയും ചെയ്യുമായിരുന്നുവെന്നും അർബൽ വെളിപ്പെടുത്തുന്നു. തടവറയിലെ പീഡനങ്ങൾക്ക് പുറമെ ചോദ്യം ചെയ്യലുകൾക്കും നിർബന്ധിത മതപരിവർത്തന ശ്രമങ്ങൾക്കും പട്ടിണിക്കും അർബൽ ഇരയായി. അഭയാർത്ഥി ക്യാമ്പുകളിലായിരുന്നു അവളെ പാർപ്പിച്ചിരുന്നത്. അവരെ വിൽക്കുന്നതിനെക്കുറിച്ചോ ഗാസയ്ക്ക് പുറത്തേക്ക് കടത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും അവിടെ നടന്നിരുന്നു. അർബലാണ് ആദ്യം മോചിതയായത്. 100 കണക്കിന് ഭീകരർ തടിച്ചുകൂടിയ ഒരു ആൾക്കൂട്ടത്തിന് നടുവിലേക്കാണ് അവൾ ഒറ്റയ്ക്കെത്തിയത്. 738 ദിവസത്തെ തടവിനൊടുവിലാണ് ഏരിയൽ മോചിതനാകുന്നത്. ഇരുവരും ഇപ്പോൾ സ്വതന്ത്രരാണെങ്കിലും ഹമാസ് തടവറയിൽ നിന്ന് നേരിടേണ്ടി വന്ന പീഡനങ്ങൾ അവർക്ക് വലിയ മാനസികാഘാതമാണ് നൽകിയത്. നിറോസിൽ അവരുടെ വീട് തകർന്നുപോയി. അവർക്ക് മടങ്ങിപ്പോകാൻ ഒരിടവുമില്ല. പക്ഷേ അവർക്കിപ്പോൾ പരസ്പരം തുണയുണ്ട്. ഈ കാര്യത്തിൽ അവർ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള ശ്രമത്തിലുമാണ്.